ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന വിഷയം ബിഗ് ബോസ് താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് പോയാൽ അവരുടെ ഭാവി എന്താവും. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ ഇടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്കാണ് കാര്യത്തിലേക്ക് കിടക്കാം. സീസൺ 2 വീണ നായർ, സീസൺ 4 ഡോക്ടർ റോബിൻ, സീസൺ 5 അഖിൽ മാരാർ, ഈ 3 ബിഗ് ബോസ് താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. 3 പേരും BJP സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. അവരുടെ ഇത് നോക്കുമ്പം ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഇതനുസരിച്ച് നമുക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വോട്ട് ചെയ്യാം, അവരൊക്കെ പിന്താങ്ങുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ബിഗ് ബോസ് താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതൊക്കെ നല്ലത്. അവർക്ക് അവരുടേതായ ബിഗ് ബോസും അവരുടെ ലൈഫും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന എൻ്റെ അഭിപ്രായം പേഴ്സണലായിട്ട് പറയുകയാണ്. അത് അവരുടെ ഇഷ്ടം, അതിൽ നമുക്ക് അവരെ ഇത് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് ഞാൻ പറയുകയാണ്, ബിഗ് ബോസ് താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കഴിഞ്ഞ് നല്ലത്. അവരവരുടെ കാര്യങ്ങൾ നോക്കി, അവരുടെ സിനിമയാണ് സിനിമ, അവരുടെ ഫീൽഡ് ഡോക്ടർ റോബിനാണ്, അങ്ങനെ ഡോക്ടറായിട്ട് അങ്ങനെയൊക്കെയാണ് നല്ലത്. വേറൊന്നുമല്ല, ഇപ്പം ഈ വീണ നായരെ സപ്പോർട്ട് ചെയ്തവരും അഖിൽ മാരാരെ സപ്പോർട്ട് ചെയ്തു ഡോക്ടർ റോബിൻ, അതിൽ കൂടുതലും അഖിൽ മാരാരും ഡോക്ടർ റോബിൻ, അവർക്ക് ഫാൻസ് ഏറ്റവും കൂടുതലുണ്ട്. അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്ത പല ആളുകളും പല രാഷ്ട്രീയ പാർട്ടികളിലെയും ആളുകളായിരിക്കും. അപ്പോൾ ഇവർക്ക് അവരോട് ചിലപ്പം വൈരാഗ്യം തോന്നും. എന്ന് പറഞ്ഞാൽ, അയ്യോ ഞങ്ങൾ വെറുതെ വോട്ട് കൊടുത്തല്ലോ, ഇവരിങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് വെറുതെ വോട്ട് കൊടുത്തല്ലോ, അവർ BJP പോയി, അല്ല അവർ കോൺഗ്രസിൽ പോയി, അല്ല അവർ കമ്മ്യൂണിസ്റ്റിൽ പോയി, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇത് വരും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അവർ ഏത് പാർട്ടി ഇത് പോകുന്നത്, അത് അവരുടേതായ ഇഷ്ടമാണ്. പക്ഷെ എന്നിരുന്നാലും സാധാരണ ആൾക്കാരവർക്കും അയ്യോ നമ്മൾ ഇത് ചെയ്യുന്ന പാർട്ടിയിലൊക്കെ ആണെങ്കിൽ അത് നല്ലതായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ പറയുമ്പോൾ അതൊന്നുമല്ല, നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് അവർ ഇറങ്ങിക്കോട്ടെ. പക്ഷെ ഇവർക്ക് ഒക്കെ നല്ലൊരു സിനിമയാണ് സിനിമ, അങ്ങനെയൊക്കെ അവരുടേതായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ഒപ്പം അഖിൽമാരാണ് ഡോക്ടർ റോബിനാണ്, ഇവരുടെയൊക്കെ ചിലപ്പം മറ്റുള്ളവരുടെ പിന്തുണ ചിലപ്പം ഇല്ല വരും. അപ്പം അവരുടെ ഇത് വെച്ച് നോക്കോ, ബിഗ് ബോസ് കഴിഞ്ഞെല്ലാം കഴിഞ്ഞു, പക്ഷേ ഇനി ജനങ്ങളുടെ പിന്തുണയൊന്നും വേണ്ട എന്നുള്ളൊരു ഇതായിരിക്കും. പക്ഷെ അവർക്ക് പിന്തുണയ്ക്കുന്നവരുമുണ്ട്, പിന്തുണയ്ക്കാത്തവരുമുണ്ട്. ഇപ്പോൾ BJP ആയതുകൊണ്ടല്ല, ഏത് പാർട്ടിയാണെങ്കിലും, ഇന്ത്യയിലുള്ള ഏത് പാർട്ടിയാണെങ്കിലും, ജനങ്ങളെ സേവിക്കുന്ന ഏത് പാർട്ടിയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇവർ BJPയിലേക്ക് പോയത് ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊരു ഇതാണ് എൻ്റെ ഇത്. അതിപ്പോൾ ബുദ്ധിപൂർവ്വം കളിച്ചത് അഖിൽമാരാ 2020 പോയത്. BJP കയറി ഇത് ചെയ്ത് കഴിഞ്ഞാൽ അഖിലിന് കൂടുതൽ ഇത് വരുന്നറിയാം. അപ്പം 2020 ആകുമ്പോൾ അത്ര അഖിലിനോട് ആൾക്കാർക്ക് അത്ര ഇത് വരത്തില്ല. അതുകൊണ്ടാണ് അഖിൽ അങ്ങനെ ഒരു സംഭവം ചെയ്തത്. അത് അഖിലിൻ്റെ ഇഷ്ടം, അത് ഡോക്ടർ റോബിൻ്റെ വീണ നായരുടെ ഇഷ്ടമാണ് അവർ ചെയ്തത്. അതിലൊന്നും ഞാനത് പറയുന്നില്ല. പക്ഷേ ഇവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. രാഷ്ട്രീയത്തിലേക്ക് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്, ക്ഷമിക്കുക. പക്ഷെ രാഷ്ട്രീയം ഇവർക്ക് പറ്റിയ പണിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ ഇവരൊക്കെ തുടക്കക്കാരാണ് ഒക്കെയാണല്ലോ. അപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണ്ട എന്നാണ് എൻ്റെ ഒരു വ്യക്തി. നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക. എന്താ വെച്ചാൽ ഇവർക്ക് വോട്ട് ചെയ്ത ആളുകൾ പകുതി ഇവർക്ക് എതിരായി നിൽക്കും. എന്ന് വെച്ചാൽ അവരൊക്കെ വേറെ ഒരു സ്ഥാനാർത്ഥികളെയാണ് നിൽക്കുന്നത്, അവരൊക്കെ ഇഷ്ടമുള്ളത്. പക്ഷെ ഇങ്ങനെ ഇവർ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുമ്പോൾ പല ആളുകൾക്ക് ഇവരെ വെറുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇവർക്ക് ഇറങ്ങണ്ടായിരുന്നു എന്നൊരു ഇത് വെച്ചത്. അപ്പം എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.